നമസ്കാരം. ഇന്ന് ലോകാരോഗ്യ ദിനമാണ്. ആരോഗ്യത്തെക്കുറിച്ച് നമ്മൾ ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും ബോധവൽക്കരണം നടത്തുകയും ചെയ്യുന്ന പതിവാണ് ഇന്നത്തെ ദിവസം എല്ലാ വർഷവും നമ്മൾ കണ്ടുവരുന്നതും. ആരോഗ്യകരമായ ഗർഭധാരണത്തെയും മെച്ചപ്പെട്ട പ്രസവാനന്തര ആരോഗ്യത്തെയും പറ്റിയുള്ള അവബോധമാണ് ഇത്തവണ ലോകാരോഗ്യ സംഘടന മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ മാതൃശിശു മരണങ്ങൾക്കെതിരായ പോരാട്ടത്തിന്റെ ഈ ദിനത്തിൽ കേരളം ചർച്ച ചെയ്യുന്നത് വീട്ടിലെ പ്രസവത്തിനിടെ യുവതി മരിച്ചു എന്ന വാർത്തയാണ്. വീട്ടുപ്രസവങ്ങൾ വർദ്ധിക്കുന്നു എന്നതും നമ്മെ വല്ലാതെ ആശങ്കപ്പെടുത്തുകയാണ്. വൈദ്യശാസ്ത്രത്തോടും മരുന്നുകളോടും വിമുഖത കാണിച്ചുകൊണ്ടുള്ള വീട്ടുപ്രസവങ്ങൾ സംസ്ഥാനത്ത് വർദ്ധിക്കുകയാണെന്നാണ് നമ്മുടെ മുന്നിലുള്ള കണക്കുകൾ പറയുന്നത്. 2019 മുതൽ 2024 സെപ്റ്റംബർ വരെ 2931 വീട്ടുപ്രസവങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 2023-24 കാലഘട്ടത്തിൽ 523 പ്രസവങ്ങൾ നമ്മുടെ സംസ്ഥാനത്ത് നടന്നു. ഏറ്റവും കൂടുതൽ പ്രസവങ്ങൾ നടക്കുന്നത് മലപ്പുറം ജില്ലയിലാണെന്ന് വിവരാവകാശ രേഖ വ്യക്തമാക്കുന്നു. ഏറ്റവും കുറവ് കോട്ടയത്താണ്. ഇത്തരം പ്രസവങ്ങൾ അമ്മയ്ക്കും കുഞ്ഞിനും ഒരുപോലെ അപകടമാണെങ്കിലും അത്തരം ബോധവൽക്കരണം പലരെയും സ്വാധീനിക്കുന്നില്ല എന്നതാണ് വിവരാവകാശ നിയമപ്രകാരം എടുത്ത ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്. വീട്ടുപ്രസവങ്ങൾ നടത്തുന്ന പ്രത്യേക സംഘങ്ങൾ സോഷ്യൽ മീഡിയ വഴി ഇത്തരം പ്രസവങ്ങൾക്ക് പ്രചാരം നൽകുകയും ചെയ്യുന്നുണ്ട്. ഈ വിഷയം വിശദമായി പരിശോധിക്കുകയാണ് ഇന്ന് നമ്മൾ. നമുക്കൊപ്പം വിവരങ്ങളുമായി ചേരുന്നത് മുബഷിർ പി അക്ബർ, VS രഞ്ജിത്ത്, SS ശരൺ എന്നിവരാണ്. ആദ്യം മുബഷിർ പി അക്ബറിലേക്ക് പോകാം നമുക്ക്. ഗുഡ് ഈവനിങ് മുബഷിർ പി അക്ബർ. വീടുകളിൽ നടക്കുന്ന പ്രസവം അത് സുരക്ഷിതമല്ല എന്ന ബോധവൽക്കരണങ്ങൾ നടക്കുമ്പോഴും കണക്കുകൾ നമ്മളെ മനസ്സിലാക്കി തരുന്നത് മലപ്പുറത്ത് വീട്ടുപ്രസവങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകുന്നില്ല എന്നതാണ്. മറ്റു ജില്ലകളിലും നടക്കുന്നുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ വീടുകളിൽ പ്രസവം, അതും വൈദ്യ സഹായം ഒന്നും തന്നെ കൂടാതെ പ്രസവകാലത്ത്, മാത്രമല്ല ഗർഭകാലത്ത് പോലും മരുന്നുകളോ അല്ലെങ്കിൽ വേണ്ട രീതിയിലുള്ള ആശുപത്രി സംവിധാനങ്ങളോ ഉപയോഗിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യം. അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇത്രയും ബോധവൽക്കരണമുള്ള, ഇത്രയും ആരോഗ്യ സാക്ഷരതയുള്ള കേരളത്തിൽ ഇതെങ്ങനെയാണ് ഇത്രയും വലിയ ഒരു നമ്പറിലേക്ക് നമ്മൾ എത്തുന്നത് മുബഷിർ? ഞെട്ടിക്കുന്ന കണക്ക് തന്നെയാണ് സുജയ. ഇക്കാര്യത്തിൽ വിവരാവകാശ രേഖ പ്രകാരം പുറത്തു വന്നിരിക്കുന്ന അക്കങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ ഒരു വിഷയം വിശദമായി പഠിച്ച സമയത്ത് നമുക്കറിയാം ഈ ഒരു മേഖലയിൽ തന്നെ ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെട്ടൊരു കമ്മിറ്റി റിപ്പോർട്ടുണ്ടായിരുന്നു. മുതലിയാർ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം 1951 ഏകദേശം 1,00,000-ലധികം സ്ത്രീകൾ പ്രസവിക്കുമ്പോൾ വീട്ടിൽ ഇത്തരത്തിലുള്ള പ്രസവങ്ങൾ നടക്കുമ്പോൾ അതിൽ 1000-ന് മുകളിലുള്ള സ്ത്രീകൾ മരിക്കുന്ന ഒരു സാഹചര്യം 1951 പിന്നീട് തുടർച്ചയായിട്ട് നമ്മുടെ ആരോഗ്യ മേഖലയിലെ വിവിധ തലങ്ങളിലുള്ള ബോധവൽക്കരണ പരിപാടികൾ, പ്രചാരണങ്ങളോടെയൊക്കെ തന്നെ കേരളത്തിലുടനീളം അത്തരത്തിലുള്ള വീട്ടിലുള്ള പ്രസവങ്ങൾ, അത് ഉണ്ടാക്കുന്ന പലതരത്തിലുള്ള അപകടങ്ങൾ ചൂണ്ടിക്കാണിച്ചുള്ള ബോധവൽക്കരണങ്ങൾ ഉൾപ്പെടെ നമ്മുടെ കുടുംബങ്ങളിൽ വലിയ മാറ്റമുണ്ടാക്കിയിരുന്നു. പക്ഷേ ഇപ്പോൾ സമീപകാലത്തായി പലതരത്തിലുള്ള സംഭവങ്ങൾ പലയിടങ്ങളിലായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അത്തരത്തിലുള്ള വീട്ടിലെ പ്രസവങ്ങൾ പലതരത്തിലുള്ള അപകടങ്ങളിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഈ സംഭവങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് സമീപകാലത്തായി സമർപ്പിച്ചിട്ടുള്ള ഒരു പൊതുപ്രവർത്തകൻ സമർപ്പിച്ചിട്ടുള്ള വിവരാവകാശ രേഖ പ്രകാരം സമർപ്പിച്ചിട്ടുള്ള ആ ഒരു ചോദ്യങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന മറുപടിയാണ് ഇതിൽ ഞെട്ടിക്കുന്നത്. 2019, 2020 467 പ്രസവങ്ങൾ വീട്ടിൽ മാത്രം കേരളത്തിൽ നടന്നു എന്നുള്ളതാണ് കണക്കുകൾ തെളിയിക്കുന്നത്. 2020-ലും 2021-ലെയും കണക്കുകൾ പരിശോധിക്കുമ്പോൾ അത് 576 കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2021 മുതൽ 22 വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ സുജയ പാർവതി, കണക്കുകൾ കൂടിക്കൂടി വരുന്നതാണ് ഏറ്റവും ആശങ്കപ്പെടുത്തുന്നത്. 586 എന്ന നിരക്കിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. 2022-23 ഈ കഴിഞ്ഞ വർഷങ്ങൾ പരിശോധിക്കുമ്പോൾ അത് കുറഞ്ഞതിന് ശേഷം 579 എന്നൊരു അക്കത്തിലേക്ക് മാറിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ 2023-2024 കണക്ക് പരിശോധിക്കുമ്പോൾ 579 നിന്നും 523 എന്നൊരു നമ്പറിലേക്ക് അത് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വീട്ടിലെ പ്രസവങ്ങൾ ഈ ഒരു അക്കത്തിൽ ഒതുങ്ങി നിൽക്കുന്നുണ്ടെങ്കിലും പലയിടങ്ങളിലും പലതരത്തിലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നു, അത് മരണത്തിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ മലപ്പുറം ചട്ടിപ്പറമ്പിൽ സംഭവിച്ചത് നമ്മൾ കണ്ടതാണ്. രാത്രിയോടുകൂടി ഒരു ചികിത്സാ രീതി അവലംബിച്ചുകൊണ്ട് ഭർത്താവായിട്ടുള്ള സിറാജുദ്ദീൻ പ്രസവമെടുത്തതാണ് മരണത്തിലേക്ക് നയിച്ചതെന്ന് മരിച്ച പെൺകുട്ടിയുടെ കുടുംബം തന്നെ ചൂണ്ടിക്കാണിച്ചത് നമുക്ക് മുൻപിലുണ്ട്. സ്വാഭാവികമായിട്ടും ബോധവൽക്കരണ പരിപാടികളൊക്കെ തന്നെ മറികടന്നുകൊണ്ട് ആധുനിക വൈദ്യശാസ്ത്രത്തിനെതിരായിട്ടുള്ള
ഒരു നീക്കം ഈ രീതിയിൽ നടക്കുന്നതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായി ആ ഒരു സംഭവത്തെ കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു ഇപ്പോൾ നമ്മൾ ആദിവാസി തോട്ടം മേഖലകളിലൊക്കെ ആശുപത്രിയിൽ എത്താതെ, ഊരുകളിൽ നിന്നൊക്കെ ആശുപത്രിയിൽ എത്തുന്നതിന് വഴിയിറക്കമില്ലാതെ ബുദ്ധിമുട്ടി അങ്ങനെ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് പ്രസവിക്കുന്നത്, അല്ലെങ്കിൽ വഴിയിൽ വാഹനങ്ങളിൽ പ്രസവിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഇതിവിടെ ഒരു ചോയ്സാണ്, ഒരു ചോയ്സായി എടുക്കുന്നു എന്നതാണ് ഇതിലെ തെറ്റ്.